രാഷ്ട്രീയക്കാരുടെ വസ്ത്രധാരണം എപ്പോഴും വെള്ള ഖദറിൽ ഒതുങ്ങണമെന്നൊരു പരമ്പരാഗത ചിന്താഗതിയുണ്ട്. അതിനെ തിരുത്തി കുറിക്കുകയാണ് RSP നേതാവ് ഷിബു ബേബി ജോൺ ഇന്ന് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെ. VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അദ്ദേഹം കടന്നു വന്നത് തികച്ചും വ്യത്യസ്തമായൊരു വേഷപ്പകർച്ചയോടെയായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ചടങ്ങിലേക്ക് കറുത്ത ഷർവാണി മാതൃകയിലുള്ള കുപ്പായവും മുണ്ടുമണിഞ്ഞ് അദ്ദേഹം എത്തിയപ്പോൾ കണ്ടു നിന്നവർക്കെല്ലാം അത്ഭുതവും കൗതുകവുമായിരുന്നു. വാഹനമൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് ചുറ്റും കൂടിയവർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു. മംഗളകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് കറുത്ത നിറം തെരഞ്ഞെടുത്തത് എന്നതായിരുന്നു ആ ചോദ്യം. എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒട്ടും താല്പര്യമില്ലാത്ത അദ്ദേഹം ആ ചോദ്യങ്ങളെയെല്ലാം വെറും ഒരു പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. ദൃഢനിശ്ചയത്തോടെ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ നേതാവിന് തന്റെ വസ്ത്രധാരണത്തിൽ യാതൊരുവിധ ആശങ്കകളും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കറുപ്പ് നിറത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രിയം ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല. 1.5 പതിറ്റാണ്ട് മുൻപ്, അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുമ്പോഴും കറുത്ത വസ്ത്രം ധരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ കറുപ്പ് നിറത്തോടുള്ള അദ്ദേഹത്തിന്റെ ഈ താല്പര്യം മുൻകൂട്ടി അറിഞ്ഞ അടുത്ത സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും അന്നതിനെ ശക്തമായി എതിർത്തു. ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ കറുപ്പ് ഉപയോഗിക്കുന്നത് ദോഷമാണെന്നും അതൊരു ദുശ്ശകുനമായി കാണേണ്ടി വരുമെന്നും അദ്ദേഹത്തോട് ഓർമ്മിപ്പിച്ചു. തനിക്ക് അത്തരം കാര്യങ്ങളിൽ യാതൊരു വിശ്വാസവുമില്ലെന്നും കറുത്ത വസ്ത്രം ധരിച്ചു തന്നെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വാശി പിടിച്ചെങ്കിലും ഒടുവിൽ പ്രിയപ്പെട്ടവരുടെ സ്നേഹപൂർവ്വമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വെള്ളക്കുർത്ത ധരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ ഉറപ്പിച്ചിരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എന്ത് അഭിപ്രായം പറഞ്ഞാലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും ഇക്കുറി കറുത്ത വസ്ത്രം തന്നെ ധരിക്കുമെന്നും അദ്ദേഹം തീരുമാനിച്ചു. പണ്ടത്തെ പോലെ ഇത്തവണയും പലരും വെള്ളവസ്ത്രം ധരിക്കാൻ ഉപദേശിക്കുകയും കറുപ്പിനെതിരെ സംസാരിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹം ആ വാക്കുകൾക്കൊന്നും ഒട്ടും ചെവി കൊടുത്തില്ല. അങ്ങനെയാണ് കറുത്ത നിറത്തിലുള്ള ഷർവാണി മോഡൽ മേൽക്കുപ്പായവും കേരളീയ തനിമയുള്ള മുണ്ടും ധരിച്ച് വേദിയിലേക്ക് വരാൻ അദ്ദേഹം അന്തിമ തീരുമാനമെടുത്തത്. ഈ ചടങ്ങിന് വേണ്ടി മാത്രം പ്രത്യേകമായി വാങ്ങിയ വസ്ത്രമല്ല ഇതെന്ന് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തി. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഓർഡർ നൽകി സ്വന്തം അളവിനനുസരിച്ച് തയ്പ്പിച്ചെടുത്തതാണ് ഈ കുപ്പായം. ഇതിനു മുൻപ് 2 സ്വകാര്യ ചടങ്ങുകളിൽ അദ്ദേഹം ഈ വസ്ത്രം ധരിച്ച് പങ്കെടുത്തിട്ടുമുണ്ട്. എന്നാൽ കറുത്ത മേൽവസ്ത്രം ധരിച്ച് സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞാ വേദിയിലിരുന്ന അദ്ദേഹത്തിന് ചൂട് കാരണം അധിക നേരം അവിടെ തുടരാൻ സാധിച്ചില്ല. കഠിനമായ ചൂടിൽ വിയർത്തുരുകി അദ്ദേഹം ചടങ്ങുകൾ കഴിഞ്ഞ ഉടൻ തന്നെ വസ്ത്രം മാറാൻ നിർബന്ധിതനായി. തുടർന്ന് ലോക്ഭവനിൽ ഒരുക്കിയിരുന്ന വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ആ കറുത്ത കുപ്പായം അഴിച്ചു മാറ്റി തികച്ചും സുഖപ്രദമായ ഒരു പച്ച ഷർട്ടിലേക്ക് മാറിയതും നമ്മൾ ശ്രദ്ധിച്ചു. രാഷ്ട്രീയ രംഗത്ത് പുതുമയുള്ള വസ്ത്രധാരണ ശൈലി കൊണ്ടുവന്ന ചരിത്രമാണ് ഷിബു ബേബി ജോണിനുള്ളത്. 2001 അദ്ദേഹം ആദ്യമായി നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽക്കേ ഈ വ്യത്യസ്തത അദ്ദേഹത്തിന്റെ രീതിയിൽ പ്രകടമായിരുന്നു. അക്കാലത്ത് AK ആന്റണി മന്ത്രിസഭയുടെ ഭരണകാലത്ത് ഷിബു ബേബി ജോണും അദ്ദേഹത്തോടൊപ്പം KB ഗണേഷ് കുമാറും MK മുനീറും ചേർന്ന് സഭയ്ക്കുള്ളിൽ കളർ ഷർട്ടുകൾ ധരിച്ചെത്തിയത് വലിയ വാർത്തയായിരുന്നു. നിയമസഭാംഗങ്ങൾ മുഴുവൻ ഒരേപോലെ വെള്ളവസ്ത്രങ്ങൾ ധരിച്ചു വന്നിരുന്ന ആ കാലഘട്ടത്തിൽ കളർ ഷർട്ടുകൾ ധരിച്ചെത്തിയ ഈ യുവനേതാക്കളുടെ സ്റ്റൈൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സമകാലിക രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമായി എപ്പോഴും മോഡേണും സ്റ്റൈലിഷുമായ വസ്ത്രധാരണ രീതികൾ പരീക്ഷിക്കാനും അദ്ദേഹം മനോഹരമായി കൊണ്ടു നടക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം എന്തായാലും തെളിയിച്ചിരിക്കുകയാണ്.